നമ്മൾ ടൈൽസ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സാനിറ്ററി വെയർസ്, ഫേർണിച്ചേഴ്സ് ഇതിനെല്ലാം ഒരു എക്സ്പീരിയൻസ് സെന്റർ ഉണ്ടാവാറുണ്ട്. പക്ഷെ പലപ്പോഴും പെയിന്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് സെന്റർ ഒന്നും ഉണ്ടാവാറില്ല. ഒരു ബുക്ക്ലെറ്റ് ആണ് നമുക്ക് കിട്ടാറ്. എന്നാൽ നമ്മളെ വീടിന്റെ പെയിന്റിങ് ടച്ച് ആൻഡ് ഫീലോട് കൂടി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാലോ? അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സെന്ററിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഫൈസൽക്ക, എന്താണ് നമ്മുടെ ഈ എക്സ്പീരിയൻസ് സെന്ററിന്റെ പ്രത്യേകതകൾ? എക്സ്പീരിയൻസ് സെന്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾക്കൊക്കെ അറിയുന്ന പോലെ നമ്മുടെ ടൈൽ ഷോറൂംസ്, സാനിറ്ററി വെയർ ഷോറൂംസ്, ഇവിടെയൊക്കെയാണ് പൊതുവേ ഈ ഒരു എക്സ്പീരിയൻസ് സെന്റേഴ്സ് ആളുകൾ കണ്ടില്ലേ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ പെയിന്റ് ഫീൽഡിൽ ഈ ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ് സെന്റേഴ്സ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സൗകര്യം നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക്, ആർടെക്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ജോർട്ടൺ ബ്രാൻഡിൻ്റെ എക്സ്പീരിയൻസ് സെൻ്ററാണ്. ഇവർ ഗ്ലോബലി എല്ലായിടത്തും ഇത് അവരുടെ ഒരു ന്യൂ കൺസെപ്റ്റാണ്. കേരളത്തിലെ വൺ ഓഫ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് സെൻറ്റേഴ്സാണ് ജോർട്ടൺ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു 3ാമത്തെയാണ്. കാരണം അത് ഇപ്പോൾ ജസ്റ്റ് മന്ത്സ് ആയിട്ടേ ഉള്ളൂ. ഈ അവരുടെ JCC എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട്, അതായത് ജോർട്ടൺ കളർ കൺസെപ്റ്റ്സ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ അത് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി നല്ല ഭംഗിയാക്കി ഒന്നുകൂടി യൂസ്ഫുൾ ആക്കിയിട്ട് ജോർട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ JCC കൺസെപ്റ്റ്. നമുക്കിതിൽ ടച്ച് ആൻഡ് ഫീലോട് കൂടി നമ്മളെ പെയിന്റിങ്സ് അറിയാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതെങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ്? അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പെയിന്റിൽ തന്നെ പല ഫിനിഷസ് ഉണ്ട്. ഇപ്പം മാറ്റ് ഫിനിഷ്, സിൽക്ക് ഫിനിഷ്, സെമി ഗ്ലോസ്, അങ്ങനെ പല ഫിനിഷ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുക എന്നല്ലാതെ മേ ബി കസ്റ്റമേഴ്സിന് ഇത് എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നില്ല. ഓക്കെ, തിളക്കമുള്ളത് ഇല്ലാത്തത് ഇങ്ങനെ അറിയുള്ളൂ, പക്ഷെ അതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ ടെക്സ്റ്റേഴ്സിൽ ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നതൊക്കെ ഇന്റീരിയർ ടെക്സ്റ്റേഴ്സ് ആണ്. അതെ, അപ്പോൾ ഇതിൽ ലേഡി ഡിസൈൻ എന്ന് പറഞ്ഞതിൽ തന്നെ പേൾ എന്ന് പറഞ്ഞ ഫിനിഷാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊക്കോ ആൻറ്റിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ലേഡി ഗ്ലേസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റർലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെക്സ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി നേരിട്ട് കണ്ടും ടച്ചും ഫീൽ ചെയ്താലേ ഇതിൻ്റെ കറക്റ്റ് എന്താണ് എന്നുള്ളത് ഒരു കസ്റ്റമർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് കമ്പനി കുറച്ച് കളേഴ്സ് അവർ എക്സ്റ്റീരിയറിലേക്ക് ഏറ്റവും നന്നാവും എന്ന് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് 3000-ലധികം കളേഴ്സ് അവൈലബിൾ ആണ് ജോർട്ടണിൽ. അതുപോലെ ഓരോ ബ്രാൻഡിലും നമുക്ക് ഏഷ്യനിലും ബർജറിലും ഒക്കെ വളരെ 2000+ അല്ലെങ്കിൽ 3000+ കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കളേഴ്സ് അവർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് കാണിച്ചു എന്നുള്ളൂ. നമ്മൾ ഏത് കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ടെക്സ്റ്റേഴ്സ് അതുപോലെ തന്നെ അല്ല, ഇത് ആക്ച്വൽ പെയിന്റ് ഫിനിഷസ് ആണ്. അതെ, അത് ഇതാണ് അതിൻ്റെ കളർ. ഇതെല്ലാം നോർവേന്ന് വരുന്ന കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്. പിന്നെ അവർ വന്നിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാണ് അവരുടെ ഇതിൽ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കളർ സെലക്ട് ചെയ്താൽ ഇതിപ്പോൾ സൈറ്റിൽ നമ്മൾ കൊണ്ടുപോയിട്ട് നോക്കണമെങ്കിൽ, അപ്പോൾ അവിടെ എങ്ങനെ ഉണ്ടാവും, അവിടെ വാളിൽ അപ്ലൈ ചെയ്താൽ നോക്കണമെങ്കിൽ ഈ എക്സാക്ട് സെയിം തന്നെയാണ് നമ്മളുടെ ഈ ഒരു കാറ്റലോഗിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് സൈറ്റിൽ കൊണ്ടുപോയിട്ട് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ ഒരു കളറിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കണം തോന്നുകയാണെങ്കിൽ അതിന് നമുക്കിപ്പോൾ ഇത് ഒരു സൈറ്റിൽ പോയിട്ട് എങ്ങനെ ബോർഡേഴ്സിന് കൊടുക്കുക, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ള വാളിൽ ആ ഒരു കളേഴ്സ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫൈസൽക്ക, ഇപ്പൊ നമ്മൾ പെയിന്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പല അറ്റ്മോസ്ഫിയറിലും പല ഷെയ്ഡ് ആവുമല്ലോ, അതെങ്ങനെയാണ് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ആക്ച്വലി അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഈ ഒരു ഇതിൽ തന്നെ വാം ലൈറ്റിൽ ഈ കളേഴ്സ് എങ്ങനെ കാണും, അതുപോലെ ന്യൂട്രലിലും വൈറ്റ് ലൈറ്റിലൊക്കെ എങ്ങനെ കാണും എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ നാച്ചുറൽ സൺലൈറ്റിലാണ് ഇത് കാണുന്നത്. ഇനിയിപ്പോൾ ഇപ്പോൾ ഇൻറ്റീരിയറിൽ നമ്മൾ ഉള്ളിൽ ഈ ഒരു കളർ അപ്ലൈ ചെയ്തിട്ട് അത് വാം ലൈറ്റിൽ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വാം ലൈറ്റ് ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ്ലി പോകുന്ന LED സ്ട്രിപ്സ് എല്ലാം വാം ലൈറ്റ് ആണ്. അപ്പോൾ ഇതേ കളറ് ഇപ്പോൾ വാം ലൈറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ മുകളിൽ വൈറ്റ് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു ഷെയ്ഡിൽ തന്നെ 2-3 ഷെയ്ഡ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് ആക്ച്വലി വാം, ന്യൂട്രൽ, വൈറ്റ്, അതിൽ ആ ഡിഫറൻസ് കാണുന്നതാണ്. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ ഏത് ഷെയ്ഡിൽ വരും അറിയാം. അതെ, അറിയാൻ പറ്റും. സോ അതിനനുസരിച്ച് കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ചില കളേഴ്സ് വൈറ്റ് ലൈറ്റിന് മാത്രമേ പറ്റുള്ളൂ, ചില കളേഴ്സ് വാം ലൈറ്റിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുണ്ട്. അത് പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ വാം ലൈറ്റിൽ മാത്രം, ഇപ്പോൾ യെല്ലോ ടിൻസ് വരുന്ന കളേഴ്സ്, യെല്ലോവിൻ്റെ ഡിസ്റ്റൻറ്റ് ഷെയ്ഡ്സ് വരുന്ന കളേഴ്സ് തന്നെ വാം ലൈറ്റിൽ കൊടുക്കാൻ പാടുള്ളൂ. അവിടെ വൈറ്റ് ലൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും.
അപ്പോൾ ഇതൊന്നും പൊതുവെ അത്ര ആളുകൾ അവെയർ അല്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ, ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ ഉണ്ടാവും. അതുപോലെ ഇത് ഇന്റീരിയേഴ്സ്, ഇതെങ്ങനെ എക്സ്റ്റീരിയേഴ്സ് തന്നെ? അല്ല, ഇത് ഇന്റീരിയർ ടെക്സ്ചർ ഫിനിഷസ് ആണ്. ഇത് നമ്മൾ ജോർജൻ ബ്രൈഡ് പല കമ്പനികൾക്കും പല കൈൻഡ് ഓഫ് ടെക്സ്ചേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ ജോർട്ടൻ്റെ തന്നെ ലേഡി ഡിസൈൻ എന്ന റേഞ്ച് ഓഫ് ഇൻറ്റീരിയർ ടെക്സ്റ്റൈൽസിൽ വരുന്ന സ്റ്റുക്കോ ആൻറ്റിക്ക എന്ന് പറഞ്ഞ ടെക്സ്ചർ ഫിനിഷാണ്. ഇത് ആക്ച്വലി നമുക്ക് ഈ ഒരു ഫിനിഷ് ഇത് നമുക്ക് പല ഫിനിഷിലും, ഇത് ബഫ് ചെയ്യും തോറും ഇത് നമുക്ക് വേണമെങ്കിൽ മിറർ പോലെ ആക്കി എടുക്കാൻ പറ്റും. ഒരു മാർബിൾ ഫിനിഷ് വരും. ഇതിൽ തന്നെ പല പല ഡിസൈൻസും ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ ലേഡി പേൾസ് എന്ന് പറയുന്ന ഫിനിഷ്. അതാണ് നമ്മൾ ഈ ഒരു സൈഡിൽ കാണുന്നത്. പിന്നെ ഇത് ലേഡി പേൾ, ഒരു പേൾ ഫിനിഷാണ്. ഇതെല്ലാം നമ്മൾ പ്രീമിയം വില്ല പ്രൊജക്ട്സിലൊക്കെ ധാരാളം യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഇൻറ്റീരിയർ ടെക്സ്റ്റേഴ്സാണ് ഇത്. ഇത് പല ഷെയ്ഡ്സിൽ, ഓൾമോസ്റ്റ് 32 ഷെയ്ഡ്സിൽ ഈ പറഞ്ഞ ടെക്സ്റ്റേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് ആക്ച്വലി സെയിം കളറാണ്, റോക്ക് ഷുഗർ എന്ന കളറാണ് ഈ രണ്ട് സൈഡിലുള്ളത്. നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോയിൽ എത്രത്തോളത്തോളം മനസ്സിലാവേണ്ടതെന്നുള്ളത് അറിയില്ല. ആക്ച്വലി ലെഫ്റ്റ് സൈഡ് മാറ്റ് ഫിനിഷും റൈറ്റ് സൈഡ് ഗ്ലോസി ഫിനിഷുമാണ്. അപ്പോൾ ഈ സെയിം കളറ് രണ്ട് ഡിഫറെൻറ്റ് ടോണായിട്ടാണ് നമുക്ക് ഈ ഒരു ഗ്ലോസിനെസ് ലെവലിൻ്റെ ഡിഫറൻസ് കൊണ്ട് ഫീൽ ചെയ്യുക. അപ്പോൾ അതെല്ലാം നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതായത് ആക്ച്വലി എക്സ്റ്റീരിയർ ടെക്സ്റ്റേഴ്സ് ആണ്. ഇത് നുവോ എന്ന് പറയുന്നത് വേൾഡിലെ ഫസ്റ്റ് ആൻഡ് ഓൺലി ടിൻറ്റബിൾ ടെക്സ്ചറാണ്. ബാക്കി ടെക്സ്റ്റേഴ്സ് എല്ലാം നമ്മൾ ടെക്സ്ചർ അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള പെയിന്റ് കളേഴ്സ് കൊടുക്കണം. എല്ലാം വൈറ്റിലാണ് വരിക. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈമർ വേണ്ട, പിന്നെ അതിൻ്റെ മുകളിൽ ടോപ്പ് കോട്ട് വേണ്ട. അപ്പോൾ അങ്ങനത്തെ ലേബർ കുറവ് ഡയറക്റ്റ് അപ്ലൈ ആണ്. അതായത് പ്രൈമറായിട്ട് ഈ പ്രൊഡക്റ്റ് തന്നെ പ്രൈമർ കോട്ടായി കൊടുക്കും, പ്ലസ് ഹോപ്പർ ഗണ്ണിൽ സ്പ്രേ ചെയ്ത് ഇതിന്റെ ഈ പറയുന്ന ഈ ഫിനിഷിലേക്ക് കൊണ്ടുവരും ചെയ്യും. അതുപോലെ തന്നെ ഈ ടെക്സൾട്ര എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോൾ ബീച്ച് സൈഡിലൊക്കെ പെയിന്റ് വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയ, കാരണം വിത്തിൻ മന്ത്സ് ആകെ നിരച്ചു പോകും. കാരണം ഈ ഉപ്പുരസം ഭയങ്കര ഇഷ്യൂസ് ഉള്ളതാണ്. അതെ, ഫുൾ ടൈം ഈ സോൾട്ട് കണ്ടന്റ് ഉണ്ടാവുന്നിടത്ത് കുറെ ഈ ആൽക്കലി കൊണ്ടുള്ള കുറെ ബുദ്ധിമുട്ടുകൾ വരും. അതിന് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ ടെക്സൾട്ര എന്ന് പറഞ്ഞത്. കാരണം ആന്റി കാർബണേഷൻ കോട്ടിംഗ് ആണ്, പ്ലസ് ഏറ്റവും പെർഫോമൻസ് കൂടിയ നമ്മൾ ബീച്ച് സൈഡിലൊക്കെ അല്ലെ കടലിനോട് അടുത്തുള്ള ഏരിയകളിലൊക്കെ ഇതേ അടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പുതുതായിട്ട് വീട് വെക്കുന്നവരോ അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളൊരു ആർക്കിടെക്റ്റോ ഇന്റീരിയർ ഡിസൈനറോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ മലപ്പുറം ഏറനാട് പെയിൻസിൽ നേരിട്ട് വന്ന് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളേഴ്സും പെയിൻസും എല്ലാം നേരിട്ട് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തീർക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ അസിസ്റ്റൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്ട്രോങ് ടീം ഏറനാട് പെയിൻസിലുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ മുഹമ്മദ് ഫൈസൽ, ഏറനാട് പെയിൻസ്, മലപ്പുറം.